Stay tuned to Kids Corner and set free from all tensions and worries. അപ്പാ നിർത്ത്, നമുക്ക് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ചുമ്മാ ഇരിക്കും, വണ്ടി മുഴുവൻ ബ്ലഡ് ആവും. സാരമില്ലപ്പാ, നമുക്ക് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. എനിക്ക് ഓഫീസിലെത്തണം, 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. സാരമില്ലപ്പാ, എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആക്സിഡൻ്റ് ആയ ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ നമുക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ശരിയാണ്, എൻ്റെ തിരക്കിനായാലും അയാളുടെ ജീവനേക്കാൾ വിലയില്ലല്ലോ. വാ, നമുക്ക് അയാളെ ഹോസ്പിറ്റലാക്കാം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടതല്ലേ. പലപ്പോഴും മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ടാണ് അപകടത്തിൽ പറ്റിയിരിക്കുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് പഠിക്കാം. ലൈഫ് ആസ് സച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങളുണ്ടാവുമെന്നറിയാം. അങ്കിള് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ വചനവും സുഗതജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഓക്കെ, ഇനി സുഗതജപം. ഈശോയെ, ഞങ്ങളെ ജീവനു വേണ്ടി നിലകൊള്ളുന്നവരാക്കണമേ. ഈശോയെ, ഞങ്ങളെ ജീവനു വേണ്ടി നിലകൊള്ളുന്നവരാക്കണമേ. അങ്കിളെ, മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ജീവൻ്റെ ഉറവിടം ദൈവമാണ്. എല്ലാ ജീവനും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച്, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, ദൈവം സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചൊരുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യം പ്രകൃതി ശക്തികളെ സൃഷ്ടിക്കുന്നു, പിന്നെ സസ്യങ്ങളെ സൃഷ്ടിക്കുന്നു, മൃഗങ്ങളെ സൃഷ്ടിക്കുന്നു, ഏറ്റവും അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പക്ഷേ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ശരീരം മാത്രമല്ല ഉള്ളത്, മനുഷ്യന് ആത്മാവും കൂടെയുണ്ട്. മൃഗങ്ങൾക്ക് ശരീരം മാത്രമേ ഉള്ളൂ, മനുഷ്യന് ആത്മാവുള്ളത് കൊണ്ടാണ് മനുഷ്യനെ ഏറ്റവും സൃഷ്ടിയുടെ മകുടമായിട്ടാണ് മനുഷ്യനെ ദൈവം കരുതുന്നത്. സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് തന്നെ എങ്ങനെയാണ്? മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം എന്നാണ്, ദ ക്രൗൺ ഓഫ് ദ ക്രിയേഷൻ. അതിൻ്റെ പ്രധാന വ്യത്യാസം, ദൈവം എല്ലാം സൃഷ്ടിച്ചു, പക്ഷേ മനുഷ്യന് ദൈവം ആത്മാവ് നൽകി. ഈ ലോകത്തിലെ എല്ലാ മൃഗങ്ങൾക്കും ജീവനുണ്ട്, ശരീരമുണ്ട്, പക്ഷേ ആത്മാവില്ല. മനുഷ്യന് മാത്രമാണ് ദൈവം ആത്മാവിനെ നൽകിയത്. ക്ലിയറായോ? അങ്കിളെ, എന്തുകൊണ്ടാണ് മനുഷ്യജീവന് കൂടുതൽ വിലയുള്ളതെന്ന് പറയുന്നത്? അങ്കിൾ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യനെ ദൈവം സൃഷ്ടിയുടെ മകുടമായിട്ട് സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മാത്രം പറയുന്ന ഒരു വചനം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം വീണ്ടും അരുളി ചെയ്തു, ഇനി നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. വേറെ ഒരു സൃഷ്ടി നടത്തുമ്പോഴും ദൈവം അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ മനുഷ്യൻ്റെ ജീവൻ അത്രയും വിലയുള്ളതാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ വചനമാണ്. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മളിലൊക്കെ ദൈവത്തിൻ്റെ ഛായ, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ഛായയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ആത്മാവ് ദൈവം മനുഷ്യന് നൽകി. അതുകൊണ്ട് ഇതിലൂടെ ദൈവത്തിൻ്റെ ഒരു ഛായ, ദൈവത്തിൻ്റെ ഒരു ഇംപ്രിൻ്റ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യന് ഏറ്റവും വിലയുള്ളതാകുന്നത് ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചതുകൊണ്ടാണ്. ക്ലിയർ ആണോ? അങ്കിളെ, അമ്മയുടെ ഉള്ളിലുള്ള വാവയ്ക്ക് എപ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്? ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്, അമ്മയുടെ വയറ്റിൽ ഉണ്ണിയുണ്ടെന്ന് പറയുമ്പോൾ
അതിന് ജീവനുണ്ടോ, എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് ഒരു സംശയം തോന്നാറുണ്ട്. നിങ്ങൾക്ക് ഉണ്ണികളുണ്ടല്ലോ വീട്ടിൽ, ഇല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലുള്ള ജീവനെ ദൈവം കുടുംബത്തിലൂടെ അമ്മയുടെ വയറ്റിൽ നിക്ഷേപിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ജീവൻ ആരംഭിക്കുന്നു പറഞ്ഞാൽ ശാസ്ത്രം പറയുന്നത് അണ്ടവും ബീജവും കൂടിച്ചേരും. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കും. അപ്പോൾ ജീവൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അമ്മയുടെ വയറ്റിൽ ദൈവം വയ്ക്കുകയാണ്. അപ്പോൾ ജീവൻ്റെ ആരംഭ നിമിഷം മുതൽ ജീവൻ വിലയുള്ളതായിട്ട് നമ്മൾ കാണണം. ഇന്ന് ജീവനെതിരായിട്ട് ഒരുപാട് തിന്മകൾ നടക്കുന്നുണ്ട്. അമ്മയുടെ വയറ്റിലുള്ള ഉണ്ണികൾക്കെതിരെ ഇന്ന് വലിയ ഭീഷണിയുള്ള നിയമങ്ങളൊക്കെ വരാൻ പോവുകയാണ്. വയറ്റിലുള്ള കുഞ്ഞിന് എൻ്റെ ജീവനെ വിലമതിക്കാതെ അതിനെ ഗർഭഛിദ്രത്തിലൂടെ കൊന്നുകളയാനായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്കൊക്കെ ആളുകൾ ഒരുങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് എപ്പോഴാണ് ജീവൻ ആരംഭിക്കുന്നത്? ആദ്യ നിമിഷം, ആ അണ്ടവും ബീജവും കൂടിച്ചേരുന്ന നിമിഷം അമ്മയുടെ വയറ്റിലുള്ള ഉണ്ണിക്ക് ജീവൻ ലഭിച്ചു കഴിഞ്ഞു. അമ്മയുടെ വയറ്റിലുള്ള ഉണ്ണിയുടെ ജീവൻ്റെ ആരംഭ നിമിഷം എന്ന് പറയുന്നത് അമ്മ പോലും അറിയുന്നില്ല. അമ്മയുടെ വയറ്റിൽ ഉണ്ണി ഉണ്ടെന്ന് അമ്മ അറിയുന്നതിന് മുൻപ് ഈ ജീവൻ്റെ ചലനങ്ങൾ ആരംഭിച്ചു. ദൈവം കാണുകയാണ്. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകൻ പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ ദൈവം എന്നെ അറിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്കലുള്ള ജീവനെ ദൈവം അമ്മയെ, കുടുംബത്തെ ആ ജീവനെ നോക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവൻ്റെ ആരംഭ നിമിഷം നമുക്ക് പോലും കാണാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിനറിയാം ഓരോ മനുഷ്യൻ്റെയും ജീവൻ ആരംഭിക്കുന്നത്. പിന്നീടാണ് നമ്മൾ സ്കാൻ ചെയ്തും ഡോക്ടർമാരെ പോയി കണ്ടുമൊക്കെ ജീവനുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അമ്മയുടെ വയറ്റിലുള്ള ഉണ്ണിക്ക് ജീവനുണ്ട്. ആരംഭ നിമിഷം മുതൽ തന്നെ ജീവനുണ്ട് കേട്ടോ. അതുകൊണ്ട് ജീവൻ്റെ ആരംഭ നിമിഷം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെങ്കിലും അത് മനസ്സിലാക്കുന്നതിന് മുൻപേ ദൈവം അതിനെ അറിഞ്ഞു, അതിനെ സ്നേഹിക്കുന്നു. ജീവൻ നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന് സങ്കടം ഉണ്ടാകുമോ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിലല്ലാതെ, ദൈവത്തിൻ്റെ ആഗ്രഹത്താൽ അല്ലാതെ ഒരു ജീവൻ ഈ ലോകത്തിൽ നശിക്കുമ്പോൾ ദൈവത്തിന് തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാവും. കാരണം ഈശോ പറഞ്ഞത് ഓർക്കണില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് വാക്യം. ഈശോ പറയുക, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും ജീവൻ സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഈ ലോകത്തിൽ ജീവൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഈശോൻ്റെ ഇഷ്ടം. ഈ ജീവൻ്റെ സമൃദ്ധി എല്ലാ തരത്തിലും, ശാരീരികമായി, മാനസികമായി, ആത്മീയമായി എല്ലാവരും ജീവൻ്റെ സമൃദ്ധിയിലെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ജീവനെതിരായി ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ തിന്മകളും കാണുമ്പോൾ ദൈവത്തിന് വലിയ സങ്കടമുണ്ട്, അല്ലേ? അമ്മയുടെ വയറ്റിലുള്ള ഉണ്ണികൾ കൊല്ലപ്പെടുമ്പോൾ, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ, ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുമ്പോൾ, യുദ്ധങ്ങളിലൂടെ മനുഷ്യർ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നിരവധിയായ തിന്മകൾ മൂലം ഈ ലോകത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ, ദൈവിക പദ്ധതി എന്നല്ലാതെ കൊല്ലപ്പെടുമ്പോൾ ദൈവത്തിന് വലിയ സങ്കടമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ ജീവൻ സമൃദ്ധമാകാൻ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യണം. നമ്മൾ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവമേ ഈ ലോകത്തിൽ ജീവൻ്റെ സമൃദ്ധിയെക്കുറിച്ചുള്ള അവിടുത്തെ ഇഷ്ടം നിറവേറണം. ദിവസവും പ്രാർത്ഥിക്കണം. അമ്മയുടെ വയറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ദിവസവും പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ ദൈവം അറിയാതെ ഒരു ജീവൻ നഷ്ടപ്പെടരുത്. ആരംഭ നിമിഷം മുതൽ, ജീവൻ്റെ ആരംഭ നിമിഷം മുതൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായി മരിക്കുന്നത് വരെ, സ്വാഭാവിക അന്ത്യം വരെ ജീവനെ സ്നേഹിക്കാൻ, ജീവനെ ബഹുമാനിക്കാൻ, ജീവനെ സംരക്ഷിക്കാൻ, ജീവനെ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കണം കേട്ടോ. അങ്ങനെ ഓരോ മനുഷ്യജീവൻ്റെയും കാവൽക്കാരാകാൻ. നിങ്ങൾ ഓർക്കണില്ലേ, കായൻ ആബേലിനെ കൊല ചെയ്തപ്പോൾ ദൈവം ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ എവിടെ? അല്ലേ? വെർ ഇസ് യുവർ ബ്രദർ? അതുകൊണ്ട് നമുക്ക് ഈ സമയം നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാം. എൻ്റെ സഹോദരങ്ങളുടെ ജീവന് ഞാനാണ് കാവൽ നിൽക്കേണ്ടത്. എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവന് സംരക്ഷിക്കാൻ എനിക്കാവുന്നത് ഞാൻ ചെയ്യും, പ്രാർത്ഥിക്കും, ഞാൻ മറ്റു പല രീതിയിൽ ഇടപെടും. അങ്ങനെ ജീവൻ്റെ സമൃദ്ധിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കാൻ, ഈ ലോകത്തിൽ ആ സ്വപ്നം നിറവേറി കാണാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്കിളിൻ്റെ അടുത്ത് വന്ന ഒരു ചേച്ചി അങ്കിളോട് പറഞ്ഞൊരു സംഭവം അങ്കിൾ ഓർക്കുക. ഈ ചേച്ചി ഒരു ആശുപത്രിയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് വരികയും ഈ കുഞ്ഞിനെ എടുത്ത് അവിടെ ബക്കറ്റിൽ ഉപേക്ഷിക്കുകയും ചെയ്തൊരു സംഭവം. അപ്പോൾ ഈ ചേച്ചി അങ്കിളോട് പറയാണ്, വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ ചേച്ചി കേൾക്കുകയാണ്. അവൻ ഓടിച്ചെന്ന്
രാവിലെ ഉണ്ടായ സംഭവമാണ്. ഓടിച്ചെന്ന് ഈ ബക്കറ്റിൽ കിടക്കുന്ന ഈ ഉണ്ണീനെ മറ്റ് തുണികളും അഴുക്കുകളൊക്കെ മാറ്റി ഈ ഉണ്ണീനെ എടുത്തപ്പോഴാ ഉണ്ണിക്ക് ജീവനുണ്ടായിരുന്നു. അങ്ങനെ ഈ ഉണ്ണീനെ ആ ചേച്ചി ചേർത്ത് പിടിച്ചു. ആ ചേച്ചി പ്രസവിച്ചിട്ടുള്ള ഉണ്ണിയല്ലെങ്കിലും വേറൊരു ചേച്ചിക്ക് വേണ്ടാത്തൊരു ഉണ്ണിയാണ്. അങ്ങനെ ഈ ചേച്ചി ഉണ്ണീനെ ശുശ്രൂഷിച്ചു. അങ്ങനെ ഈ ദിവസങ്ങളിൽ ചേച്ചി ആ ഉണ്ണീനെ വളരെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ണിക്ക് വേണ്ട കെയറൊക്കെ കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞറിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതിമാർ വന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി. അതുകൊണ്ട് ഈ ചേച്ചി എന്നോട് പറയാണ്, ഞാനന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞുണ്ണി നഷ്ടപ്പെട്ട് പോവായിരുന്നു. അതുകൊണ്ട് ആ സമയത്തെ ഇടപെടൽ, ഈ ചേച്ചി ഇടപെട്ടതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ജീവനെ ദൈവം ഈ ചേച്ചിയിലൂടെ രക്ഷിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റുമോ അങ്ങനെ ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ കൊച്ചു കുട്ടികളാണെങ്കിലും നമ്മുടെ ചുറ്റുപാടും ജീവനെതിരായി നടക്കുന്ന തിന്മകൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കണം കേട്ടോ. അങ്ങനെ ഈ ലോകത്തിൽ ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ നമുക്ക് ദൈവത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യാനായിട്ട് നമ്മുടെ ഈ കുഞ്ഞു ചെറുപ്പനാൾ മുതൽ നമുക്ക് ശ്രമിക്കാം കേട്ടോ. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവൻ എന്തോരം വിലപ്പെട്ടതാണല്ലേ. ഇന്നത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജീവൻ്റെ ശ്വാസം വഹിക്കുന്നവരാണ്. എന്ത് വിലപ്പെട്ടതാണത്. കൂടാതെ ദൈവം മറ്റ് സൃഷ്ടികളെല്ലാം പറഞ്ഞപ്പോൾ അവരുണ്ടായി. പക്ഷെ മനുഷ്യനെ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്വന്തം കരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ വിലപ്പെട്ടതാണ്. അതൊരു വലിയ ബോധ്യമല്ലേ എന്ന് കിട്ടിയത്. അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അപ്പോൾ വേഗം വചനവും സുഖിച്ചു പോയിട്ട് വരാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഓക്കെ, ഇനി സുഹൃജപം. ഈശോയെ ഞങ്ങളെ ജീവന് വേണ്ടി നിലകൊള്ളുന്നവരാക്കണമേ. അടുത്തത് നമ്മൾക്കൊരു കഥ കേൾക്കാം. അമ്മാമ്മ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന കഥ നമ്മുടെ ടോപ്പിക്കിനായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. വിശുദ്ധ ജിയാനെക്കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഓക്കെ, എന്നാൽ അമ്മാമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വചനവും സുഹൃജപവും ഏറ്റുപറയാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ
ജീവനുള്ളവനായി തീർന്നു. ഇനി സുഹൃത്ത് ജപം. ഈശോയെ, ഞങ്ങളെ ജീവന് വേണ്ടി നിലകൊള്ളുന്നവരാക്കണമേ. ഓക്കെ. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ ജിയന്നയെ കുറിച്ചാണ്. ആ പുണ്യവതിയും ഇറ്റലിയിൽ തന്നെയാണ് ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾക്ക് 13 മക്കളുണ്ടായിരുന്നു. അതിൽ 10ാമത്തെ അവളാണ് ജിയന്ന. മാതാപിതാക്കൾ നല്ല ദൈവഭക്തരായിരുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യത്തോടും ഒത്തിരി അടുപ്പമുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് തന്നെ കാണാൻ വളരെ രസമായിരുന്നു. അതായത് ജാഥയായിട്ടാണ് എല്ലാവരും കൂടി പള്ളിയിൽ പോകുന്നത്. അങ്ങനെ ദിവ്യബലി എല്ലാ ദിവസവും അവരുടെ ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ജിയന്ന വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവസ്നേഹത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനും തീക്ഷ്ണമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നി ഒരു ഡോക്ടറാകണമെന്ന്. എന്നെ ഡോക്ടറാകാൻ പഠിച്ചു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു പീഡിയാട്രീഷ്യനായി ആകാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഡോക്ടറായി. ജിയന്ന ഡോക്ടർ. ഒരു പീറ്റർ എന്ന് പറഞ്ഞ ആളെയാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ച് 6 വർഷത്തിനിടയ്ക്ക് ഇവർക്ക് 3 മക്കളുണ്ടായി. ഒരാണും 2 പെണ്ണും. 4ാമതും അവൾ ഗർഭിണിയായി. ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഭയങ്കര വയറ്റിൽ വേദന. ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ഈ ഗർഭാശയത്തിൽ ഒരു ട്യൂമർ കൂടി വളരണുണ്ട്. എത്രയും വേഗം ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ വിധി എഴുതി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി 4ാമതൊരു കുട്ടി വേണ്ട, അമ്മയ്ക്ക് അപകടമാണെങ്കിൽ തീർച്ചയായും ഈ 3 കുട്ടികളെ കൊണ്ട് മതി എന്ന് പറഞ്ഞു. ഡോക്ടർ ജിയന്ന എന്താ പറഞ്ഞെന്നോ, ജീവനെ തൊടാൻ നമുക്ക് അവകാശമില്ല. എൻ്റെ ഉദരത്തിൽ വളരുന്ന ശിശു എൻ്റേതല്ല, അതിനെ കൊല്ലാൻ എനിക്ക് അവകാശമില്ല. അതിനോടുകൂടി നമ്മുടെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. അതായത് മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ ദാനമാണ് ഉദരസ്ഥ ശിശു. അതിനെ കൊല്ലാൻ ആർക്കും അധികാരമില്ല. അതിൻ്റെ പൂർണ്ണാധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലായി. എന്ത് ചെയ്യണം? 3 മക്കൾക്ക് അമ്മയില്ലാതാകും, അമ്മ മരിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്നുള്ള ആ ഭയങ്കരമായ ടെൻഷനായിരുന്നു പീറ്ററിന്. പീറ്റർ എന്ന് പറഞ്ഞത് ഇവളുടെ ഭർത്താവ്. പക്ഷേ ഇവൾ ആ പിടിച്ചെടുത്ത് തന്നെ നിന്ന്, ഒരിക്കലും അതിൽ നിന്ന് വിട്ടുമാറിയില്ല. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറയണമെന്ന് പീറ്ററിനോട് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ അവൾ 4ാമത്തെ കുഞ്ഞിന് വേണ്ടി മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് പരിശുദ്ധ പിതാവ് തന്നെയാണ് ആദ്യം വാഴ്ത്തപ്പെട്ടവളല്ലേ. വാഴ്ത്തപ്പെട്ടവളാകാനായിട്ട് ഒരു വലിയൊരു അത്ഭുതം കാണണം. അപ്പം അതേ അത്ഭുതം തന്നെ ഇവളുടെ രോഗം തന്നെയായിരുന്നു വേറൊരു ബ്രസീലിലുള്ള ഒരു സ്ത്രീ. അവളും 4ാമത്തെ കുഞ്ഞ് തന്നെ. അപ്പോൾ അവളുടെ ആ സാക്ഷ്യമാണ് ഈ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും വിശുദ്ധ എന്ന് നാമകരണം ചെയ്യാൻ അതിനു വേണ്ടിയും ഒരു അത്ഭുതം കാണണമല്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ അവളുടെയും കുഞ്ഞുമായിട്ട് മരിക്കാനുള്ള ആ മരണവക്ത്രത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. അത് ഈ
ജിയന്നയുടെ മാധ്യസ്ഥതയിൽ. അങ്ങനെ 2 അത്ഭുതങ്ങളാണ് ജിയന്നയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. 39 വയസ്സ് വരെ ജീവിച്ചുള്ളു. 1961 മരിച്ചത്. ഉടനെ തന്നെ ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ലോകത്തിന് തന്നെ വിശുദ്ധ ജിയന്ന ഒരു വെല്ലുവിളിയാണ്. ഇന്ന് എത്രയോ അമ്മമാരാണ് സ്വന്തം കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കുപ്പത്തൊട്ടിയിലും സെപ്റ്റിക് ടാങ്കിലും ഒക്കെ എറിഞ്ഞു കളയുന്നത്. അതായത് ജീവൻ ഒരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലുള്ള ഒരമ്മ കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തയ്യാറായത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? ജീവൻ്റെ മൂല്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ കണ്ണുകൾ തുറക്കണം. ജീവനെതിരായി നടക്കുന്ന കാര്യങ്ങളോട് കണ്ണുകൾ അടയ്ക്കാതെ ജീവൻ്റെ വക്താക്കളാകാം. ഓക്കെ? അപ്പോൾ ഒന്നും കൂടെ വചനവും സുകൃതവും ഏറ്റു പറയാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഇനി സുകൃതജപം. ഈശോയെ ഞങ്ങളെ ജീവന് വേണ്ടി നിലകൊള്ളുന്നവരാക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.